ശ്രീനന്ദയുടേത് കൊലപാതകമെന്നതിൻ്റെ സൂചനകൾ ഇവയാണ്. പ്രിയമുള്ളവരെ, ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ 42 അംഗ ആ സംഘം ചിക്കമംഗളൂരുവിൽ ഉല്ലാസയാത്രയ്ക്ക് പോയി. തൻ്റെ പരീക്ഷകളൊക്കെ നന്നായി എഴുതി. ടീച്ചർമാരെല്ലാം പറഞ്ഞു, നിനക്ക് A+ കിട്ടും. ആ A+ കിട്ടുകഴിയുമ്പോൾ ആ മധുരവുമായി ഞങ്ങൾ നിന്നെ വീട്ടിൽ വന്ന് കാണുമെന്ന് പറഞ്ഞ് യാത്രയച്ച ആ ശ്രീനന്ദ ആ വീട്ടിലേക്ക് മടങ്ങി വന്നത് ഇപ്രകാരമായിരുന്നു. ഒരു ഉല്ലാസ ബസ്സിൽ ചിക്കമംഗളൂരിലേക്ക് യാത്ര തിരിച്ച് ഇന്ന് തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ ആ പ്രിയപ്പെട്ട താൻ പിച്ചവെച്ച ആ വീട്ടിലേക്ക് ശ്രീനന്ദ വന്നു കയറിയത് ഇങ്ങനെയായിരുന്നു. ആ ദൃശ്യത്തിലേക്ക്.
ഇന്ന് രാവിലെ ഏതാണ്ട് 10:30 ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ശ്രീനന്ദയുടെ ആ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചു. അതിനുശേഷം 1 മണിയോടുകൂടി ഐവർമഠം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ശ്രീനന്ദയുടെ സംസ്കാരത്തിനായി കൊണ്ടുപോകുന്ന ആ ദൃശ്യം കണ്ട ശേഷം മടങ്ങി വരാം.
ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ശ്രീനന്ദയുടെ പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം ബാക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നാണ്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര മുറിവാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്. അതുപോലെ തന്നെ ശരീരമാസകലം നിരവധി മുറിവുകളുണ്ട്, ഒടിവ് ചതവുകളുണ്ട്. കാരണം അത്രത്തോളം 1500 അടി താഴേക്കാണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒടിവുകളും ചതവുകളും മാരകമായ മുറിവുകളും ഒക്കെ കാണും. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ശ്രീനന്ദയുടെ പിതാവിൻ്റെ വാക്കുകളിലേക്ക്. മോളെ 7-ാം തീയതിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ബോഡി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ കടമയാണ്. ഇപ്പം അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. പിന്നെ അതുമാതിരി തന്നെ ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് എന്നാലാണ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ബോഡി താഴെ നിന്ന് കിട്ടി. എങ്ങനെ ബോഡി താഴെ വന്നു എന്നുള്ളത് അത് ഫർദർ അന്വേഷണം ആവശ്യമാണ്. അവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്കിങ്ങനൊരു അപകടം പറ്റിയ സമയത്ത് ഇതുമാതിരി പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും എല്ലായിടത്തും കേരള ഗവൺമെൻറ് പിന്നെ കർണാടക ഗവൺമെൻറ് തലത്തിലും എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ സപ്പോർട്ടുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ വളരെ നന്ദി പറയുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അന്വേഷണങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് ഉചിതമായി ആക്കി തന്നതെന്ന എല്ലാ മീഡിയക്കാർക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള അന്വേഷണത്തിലും കൂടെ സഹകരണം വേണമെന്ന് പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിങ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയറായി കിട്ടും. കാണാതായ അല്ല, അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ഇന്ന് തന്നെ ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചുകൊണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ? കാണായ സ്ഥലത്ത് നല്ല ആശങ്ക നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാറ്റി അത് പോലീസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവർ തെളിയിച്ചു തരും. എങ്ങനെ വന്നു എന്നുള്ളത് തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് തൃപ്തിയുണ്ടോ? അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി തന്നെയാണ്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് കിട്ടാൻ ഡിലേ ആയി. അതിപ്പോൾ പക്ഷേ ഒരുവിധം എല്ലാം ഫോഴ്സുകളും എല്ലാം ഒന്നിച്ച് ഏകോപിപ്പിച്ച്, കാരണം ആദ്യം നമുക്ക് സീരിയസ്നെസ് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തിനെക്കാട്ടും 2ാമത്തെ ദിവസം കൂടുതൽ ഫോഴ്സ് ഇട്ടു. 3rd ഡേ അതിലും കൂടുതൽ ഫോഴ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ട്. ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഇല്ലാതില്ല. അപ്പോൾ അതന്നെ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ തെളിയും. ഇപ്പം എന്തായാലും നമുക്ക് ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതെങ്കിലും ഉണ്ട്. ഇനി ബാക്കി അന്വേഷണത്തിൻ്റെ മുറപോലെ നമുക്ക് കാണാം. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ശ്രീനന്ദയുടെ വല്യച്ഛൻ ശശിധരൻ നായരുടെ വാക്കുകളാണ്. ഇന്നലെ വർദ്ധിത വീര്യത്തോടെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസുകാരുടെ ഭാഗത്തുനിന്നും വളരെ ഗുരുതരമായ അനാസ്ഥയുണ്ടായി. ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞിട്ടും പോലീസ് ആദ്യമേ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. അവിടെയുള്ള കടക്കാരെ വിളിച്ച് ചോദ്യം ചെയ്തില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കൃത്യവിലോപമുണ്ടായി. ഇത് ഉറപ്പായും ഇതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ ശശിധരൻ ഇന്ന് മറ്റൊരു തരത്തിലാണ് മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുട്ടി ആ വ്യൂ പോയിൻ്റ് ആ കമ്പി വേലികളുടെ ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നുപോയി. ഞങ്ങൾ കുട്ടിയെ ശാസിച്ചാണ് തിരികെ കയറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്രകാരം എന്തെങ്കിലും അപകടം സംഭവിച്ചതാകാമെന്ന ധ്വനിയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകാവുന്നത്. ശശിധരൻ്റെ വാക്കുകളിലേക്ക്. 5:20 ആണ് ഞാൻ ആ ലൊക്കേഷനിൽ പാസ് ചെയ്യുന്നത്. താഴെ ഈ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ
അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഇത് അവിടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പാർക്കിങ്ങിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞവർ. പക്ഷെ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും വിചാരിക്കുന്നു. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. അവിടെ 2-3 നാൾ പിന്നെ പരിശോധന നടത്തി, പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തുള്ള പരിശോധന നടന്നില്ലായിരുന്നു. പിന്നെ ഡ്രോൺ മുകളിൽ നിന്ന് അവർ താഴോട്ട് വിടുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ലിമിറ്റേഷൻ വല്ലതും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പാറകളെ തട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും, അങ്ങനെ ഇത്ര ഇടത്തിൽ വീണമെന്ന് വിചാരിക്കും. പിന്നെ ബോഡി കിടന്ന പൊസിഷനും ഇതെല്ലാം നോക്കുമ്പോൾ വീഴ്ച തന്നെയാണ് മരണം, വേറൊന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം അവിടെ നിന്ന് ലഭിച്ച വിവരം അവർ പറഞ്ഞ് ഈ ലൊക്കേഷനിലല്ലായിരുന്നു. അവർ പറഞ്ഞ് ബോഡി കിടന്നത് അപ്പുറത്ത് അതിന് മുകളിലൊരു വാച്ച് ടവർ ഉണ്ട്, ആ ഏരിയയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏരിയയിലോട്ട് ഈ കുട്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാരെയും കാണാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ആ പാർക്കിംഗ് ഏരിയയിലുള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് നില പറഞ്ഞത്, ആ ഭാഗത്താണെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം. പക്ഷേ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ 1500-2500 അടി ഇറങ്ങാൻ പറ്റുന്നതല്ല. അതിന് ഇടയ്ക്കുള്ള ചെറിയ സ്റ്റെപ്പ് മരി ചെറിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ അവർ നോക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് വേറെ ഏതൊക്കെ വഴിക്കൂടെ താഴ്ഭാഗത്ത് മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞു. ശ്രീനന്ദയുടെ സഹപാഠികളുടെയും ടീച്ചർമാരുടെയും എല്ലാം അഭിപ്രായം എന്ന് പറയുന്നത് ശ്രീനന്ദ പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും മിടുക്കിയായിരുന്നു. സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ മെമ്പറായിരുന്നു. അതുപോലെ ശാസ്ത്രമേളയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കി. അതുപോലെ നല്ല പാട്ടുകാരിയായിരുന്നു. അതുപോലെ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഉജ്ജ്വല വിജയങ്ങൾ നേടുകയും ചെയ്ത ഒരു മിടുക്കി പെൺകുട്ടിയായിരുന്നു. മാനസികമായി യാതൊരു വിഷമങ്ങളും ആ കുഞ്ഞിന് ഇല്ലായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതി എല്ലാ വിഷയത്തിനും A+ വാങ്ങാൻ പോകുന്ന കുട്ടികളുടെ കാറ്റഗറിയിലായിരുന്നു ഞങ്ങൾ ശ്രീനന്ദയെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്രകാരം ഞങ്ങൾ ലഡുവുമായി വരാമെന്ന് പറഞ്ഞ് യാത്രയച്ച ആ കുഞ്ഞിനാണ് ഈ ദുർഗതി വന്നത്. ശ്രീനന്ദയുടെ ടീച്ചറുടെ വാക്കുകളിലേക്ക്. എങ്ങനെയെങ്കിലും കിട്ടണമെന്നായിരുന്നു, കിട്ടിയത് ഈ ഒരു അവസ്ഥയിലാണ്. അവളെ പറ്റിയുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ ആരും കണ്ട മറക്കില്ല. നല്ലൊരു ചിരിയും പ്രസന്നമായിട്ടുള്ള മുഖം, സംസാരിക്കാനൊക്കെ ടീച്ചർമാരോടാണെങ്കിലും വളരെ ഒബീഡിയൻ്റ് ആണ് ആള്. എല്ലാ മേഖലകളിലും വളരെ ഏബിളായിട്ടുള്ളൊരു കുട്ടിയാണ്. പാടുന്നതൊക്കെ മാപ്പിളപ്പാട്ടൊക്കെ കവിതയൊക്കെ കൊണ്ടും വളരെ ഇൻപമേറിയ സ്വരമാണ്. നമ്മളിങ്ങനെ കേട്ട് നിന്നു. ഞാനൊക്കെ വേറെ ഏതെങ്കിലും സ്റ്റേജിലാണെങ്കിലും ശ്രീനന്ദയുടെ പാട്ടായ വന്ന് കേൾക്കാൻ നിൽക്കും. വിശ്വസിക്കാൻ കഴിയില്ല, ഭയങ്കര ഒരു പ്രയാസം. പഠിക്കാനും ഇടിക്കണം. ഞങ്ങൾ A+ മധുരമായിട്ട് വീട്ടിലേക്ക് വരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ദിവസം യാത്രയാക്കിയത്. കടപ്പടിപ്പുറം രമേശിൻ്റെയും രോഹിണിയുടെയും മകളായിരുന്നു 15 വയസ്സുകാരിയായ ഈ പെൺകുട്ടി. മരണവിവരം അറിഞ്ഞ് നാട്ടിൽ നിന്ന് എത്തിയ ഇവരുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ വാക്കുകളാണ് ഇനി പ്രേക്ഷകർ കാണുവാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റീപ്പാണ്. പക്ക അവിടെ നിന്നൊരു വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്പിൻ്റെ താഴെയാണ് കുട്ടി കിടക്കുന്നത്. വ്യൂ പോയിന്റ് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഒരു 100 meters, അറൗണ്ട് 300 feet, 300 to 350 feet താഴെ ഉണ്ടാവും. മേലെന്ന് താഴെയായിരിക്കും. പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിയിട്ടല്ല, പാറക്കൂട്ടങ്ങളുടെ അവിടെ ഒരു 2 വെള്ളം കൂടി വരുന്ന 2 ചാല് പോലുള്ളതുണ്ട്. 2 പാറയുടെ അതിനും ആ ചാല് വരുന്നതിൻ്റെ ആ ചാലിൻ്റെ ഒരു ജസ്റ്റ് ഒരു 10 അടി ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ടുവേർഡ്സ് സൗത്താണ്. ഇവർ ഇവിടെ വന്ന് ഹംപിന്ന് വന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും സത്യനും കൂടിയിട്ടാണ് ഇത് അറിഞ്ഞപ്പോൾ അന്നേ ദിവസം രാത്രി അവിടെ നിന്ന് ഒരു 10-10:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പിറ്റേ ദിവസം രാവിലെ എത്തി. ഇപ്പോൾ ഒരു പ്രധാനമായിട്ടും ഒരു പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർ 3 ഡിപ്പാർട്ട്മെൻറ്റും ആൾക്കാരുണ്ടായിരുന്നു. വളരെ വൃത്തിക്ക് അവർ തിരയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രോണ് ഒരു 3-4 ഡ്രോൺ വെച്ചിട്ട് തിരയുന്നുണ്ടായിരുന്നു. അതിൽ തെർമൽ ഇമേജിങ്ങുള്ള ഡ്രോണുണ്ട്, IR ഉള്ളതുണ്ട്, നോർമൽ
ആയിട്ടുള്ളതുണ്ട്. അത് മൂന്നും കൂടി ഒന്നിലായിട്ടുള്ള ഡ്രോൺ വെച്ചിട്ട് അവരൊരു 2-3 കിലോമീറ്റർ ദൂരം അവർ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാണാൻ പറ്റിയില്ല, ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റിയില്ല. ഇന്ന് ആ സ്പോട്ടിലേക്ക് അതിൻ്റെ തൊട്ട് 10 മീറ്റർ മുന്നേയും തിരഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ വീണ്ടും ഇന്ന് അവർ തിരഞ്ഞപ്പോൾ ഇന്ന് അവിടെ നിന്ന് സ്മെല്ല് കിട്ടിയത് കാരണം ഇവരത് ചെക്ക് ചെയ്തതാണെന്നാണ് നമ്മളോട് പോലീസ് ഒഫീഷ്യൽസ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ അവധിക്കാല ഘോഷയാത്ര ഒരു കുടുംബയാത്രയായിരുന്നില്ല. പാലക്കാട് കോങ്ങാട്ട് നിന്നുള്ള ഒരു 42 അംഗ കുടുംബമാണ് ഈ ഉല്ലാസയാത്രയ്ക്ക് ചിക്കമംഗളൂരുവിലേക്ക് പോയത്. തങ്ങളുടെ പൂരത്തിന് വേണ്ടിയുള്ള, തങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ പൂരത്തിന് ധനസമാഹരണത്തിന് വേണ്ടി നടത്തിയ ഒരു ഉല്ലാസയാത്രയായിരുന്നു ഇത്. ആ ഉല്ലാസയാത്രയാണ് അവസാനം ഈ ഒരു ദുരന്തയാത്രയായി മാറിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ആ പ്രാഥമിക റിപ്പോർട്ട് വെച്ചിപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ശ്രീനന്ദ ഒന്നുകിൽ കാൽ വഴുതി വീണു, അല്ലെങ്കിൽ സ്വമേധയാ ആത്മഹത്യ ചെയ്തു. ഈ 2 പോയിന്റുകളിൽ ഉറച്ചാണ് പോലീസ് നിൽക്കുന്നത്. കാരണം അവർ പറയുന്നത്, അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്രകാരമാണ്. മറ്റൊരു സംശയത്തിനും ഇടയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെ ഒരു ആത്മഹത്യയായി കാണുവാനോ അതല്ലെങ്കിൽ വെറും ഒരു അപകടമരണമായി കാണുവാനോ സാധിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഈ പെൺകുട്ടിക്ക് അപ്രകാരം ഒരു ആത്മഹത്യാ ടെൻഡൻസി ഉള്ളതായി ഒരു തരത്തിൽ പോലും നമുക്ക് സംശയിക്കുവാൻ ആവില്ല. കാരണം അവൾ മാനസികമായി വളരെ മിടുക്കിയാണ് എന്നതിൻ്റെ തെളിവാണ്. അവളുടെ ഒരു സർവകലാവല്ലഭയായിരുന്നു. ടീച്ചർമാരുടെയും സഹപാഠികളുടെയും അഭിപ്രായം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു മാനസിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഡിപ്രഷനോ ഒന്നും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവൾ പഠനത്തിൽ മിടുക്കിയായിരുന്നു. അവൾ ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് വരെയുള്ള ദൃശ്യങ്ങളിൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. പെട്ടെന്ന് അപ്രകാരം ഒരു ആത്മഹത്യാ തോന്നൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുവാൻ തക്ക മാനസികമായ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? അതുപോലെ പോലീസുകാർ പറയുന്നത്, ഈ പെൺകുട്ടിക്ക് 15 മിനിറ്റ് മുമ്പ് ലഭിച്ച ആ ഫോൺ കോളിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണവും അവർ നടത്തുന്നുണ്ട് എന്നാണ്. അപ്രകാരം ആ ഫോൺ കോൾ ആരുടേതായിരുന്നു? അവൾക്ക് മാനസികമായി എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു ഫോൺ കോൾ വന്നിരുന്നോ? അത് ആരുടേതാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു കൊലപാതക സാധ്യതകളിലേക്ക് സൂചന നൽകുന്ന ചില സാധ്യതകൾ എന്ന് പറയുന്നത്, ആ വ്യൂ പോയിന്റിന്റെ ഭാഗത്തു നിന്നാണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. ഏതാണ്ട് 42ഓളം പേർ അടങ്ങുന്ന സംഘം ഒരുമിച്ചാണ് യാത്ര തിരിയുന്നത്. അവരോടൊപ്പം മറ്റ് അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവർ ചിരിച്ച് കളിച്ച് ഒന്നിച്ച് സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോഴെല്ലാം സന്തോഷവതിയായിരുന്നു. എന്നാൽ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവരുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിലാണ് ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നത്. ആ 15 മിനിറ്റിനുള്ളിൽ കൂട്ടം തെറ്റിയ ആ പെൺകുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവൾ രക്ഷപ്പെട്ട് ഓടുവാൻ ശ്രമിച്ചപ്പോൾ കാൽ വഴുതി വീണതാവാം. അതല്ലെങ്കിൽ ആ പെൺകുട്ടി ഉറക്കം നിലവിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് മാത്രം ബാക്കിയുള്ളവർ ഉണ്ട്. അപ്രകാരം ഒരു നിലവിളി ശബ്ദം പോലും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കുവാനുള്ള ഒരു ശ്രമത്തിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീണതാവാം. അതല്ലെങ്കിൽ ഇപ്രകാരം ഒരു അറ്റംപ്റ്റ് ഉണ്ടായി ആ പെൺകുട്ടി രക്ഷപ്പെട്ട് താഴെ ചെന്നാൽ തങ്ങൾ പിടിക്കപ്പെടും എന്ന ഭയത്താൽ ആ കുട്ടിയെ തള്ളിയിട്ടതാവാം. അതൊന്നുമല്ല എങ്കിൽ പോലീസുകാർ അനുമാനിക്കുന്നത് പോലെ ആ പെൺകുട്ടി ആ വ്യൂ പോയിന്റിൽ നിന്നും ആ അഴികൾക്കിടയിലൂടെ ഇറങ്ങി മുന്നോട്ടൊന്ന് ആഞ്ഞു നോക്കിയപ്പോൾ കാൽ വഴുതി താഴേക്ക് പോയതുമാവാം. പക്ഷെ എന്തായാലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിനുണ്ടായ മുറിവുകളുടെ ആഴവും സ്വഭാവവും വെച്ച് ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കുവാൻ സാധ്യമല്ല. കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമേ, സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് തെളിയിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതുപോലെ തന്നെ ആ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ആ പോസ്റ്റ്മോർട്ടം
പോലീസുകാർ കൃത്യമായി അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് കേരളത്തിൽ നിന്നുള്ള ആ പ്രഷർ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് രാത്രി എത്ര വൈകിയാലും മൃതദേഹം ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി 12:30 തന്നെ ആ 2 പ്രമുഖ സീനിയറായിട്ടുള്ള സർജന്മാർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയും കാത്തുനിന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ആ മൃതദേഹം വിട്ടു നൽകി. കർണാടക പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് പാലക്കാട്ട് എത്തിച്ചത്. അതുവരെ അവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ എവിടെ പോയി? ആ പ്രദേശത്തുണ്ടായിരുന്ന CCTVയിൽ ദൃശ്യങ്ങൾ പകർന്നില്ല. കാരണം വൈദ്യുതി ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഒക്കെ ദുരൂഹമാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ വരാൻ പോകുന്ന അപകട സാധ്യത നിറഞ്ഞ ഒരു ടൂറിസം മേഖലയിൽ വൈദ്യുതി ചില സമയത്ത് ഇല്ലാത്ത വരുമ്പോൾ CCTV പ്രവർത്തനം നിലയ്ക്കും എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? ഇതറിയാവുന്ന ആന്റി സോഷ്യൽ എലമെന്റുകൾ ആ വിദ്യുച്ഛക്തി വിച്ഛേദിച്ച് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ വലുതല്ലേ? അപ്രകാരമുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതല്ലേ? എന്തു തന്നെയായാലും അതൊന്നും ഒരു നീതീകരിക്കത്തക്ക കാര്യമല്ല. അതുപോലെ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡ് ഓടിച്ചെന്ന് കയറിയ ആ കടക്കാരനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണമൊന്നും നടത്തിയില്ല എന്ന് പറയുന്നു. എന്തു തന്നെയാണേലും സകല വിവരങ്ങളും എന്തിന് ആ കൂടെ ഉണ്ടായിരുന്നവരെ ആരൊക്കെയായിരുന്നു? ഈ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ഈ കർണാടകത്തിലുള്ള അതല്ലെങ്കിൽ അവിടുത്തെ ആ ഭിക്ഷക്കാരിൽ നിന്നോ മറ്റു മാഫിയകളിൽ നിന്നോ ഡ്രഗ് കച്ചവടക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ ഈ ആന്റി സോഷ്യൽ എലമെന്റുകളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, കൂടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും അപകടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബബിലിറ്റീസും പോലീസ് സമഗ്രമായി അന്വേഷിക്കുമെന്ന് കരുതുന്നു. അന്വേഷിച്ചാൽ മാത്രമേ ഈ ശ്രീനന്ദയുടെ മരണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ. അതുപോലെ തന്നെ കർണാടകത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീട്ടുകാർക്ക് ഇപ്പോഴും സംശയം ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് കേരള സർക്കാരിന് ഒരു പരാതി നൽകി ഈ അപകടം നടന്നത് കർണാടകത്തിൽ വെച്ചാണ്, അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ഉറപ്പിലേക്കായി ഒരു പോസ്റ്റ്മോർട്ടം ഈ സംസ്കാരം നടത്തുന്നതിന് മുമ്പ് ദയവായി ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവണം എന്ന ഒരു അനുമതി മേടിച്ചിരുന്നുവെങ്കിൽ അപ്രകാരം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയും അതുപോലെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് പകരം ഒന്നുകിൽ ഒരാഴ്ചത്തേക്ക് ആ മൃതദേഹം സർക്കാർ ആശുപത്രിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക, അതല്ല എങ്കിൽ ദഹിപ്പിക്കാതെ സംസ്കരിക്കുക. അപ്രകാരം എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടായാൽ വീണ്ടും ആ മൃതദേഹം പരിശോധിക്കണമെങ്കിൽ പോലും അതിൻ്റെ അവശിഷ്ടം ആവശ്യമാണ്. ഐവർ മഠത്തിൽ കൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ അതിനുള്ള സാധ്യതകളും ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു സംശയം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്. അതുപോലെ പ്രിയമുള്ളവരോട് പറയുവാനുള്ളത്, ഇത് മധ്യവേനൽ അവധിക്കാലമാണ്. കുടുംബസമേതം നാം ഒക്കെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന സമയമാണ്. ഇപ്രകാരമുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുടുംബസമേതം കുഞ്ഞുങ്ങളുമായി പോകുമ്പോൾ അവയൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? നമ്മൾ യാത്ര ചെയ്യുന്ന സമയം സുരക്ഷിതമാണോ? ആ പാതയിലൂടെയുള്ള യാത്രകൾ സുരക്ഷിതമാണോ? അതുപോലെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മാത്രമേ കുടുംബസമേതം ഇത്തരം യാത്രകൾക്ക് പോകാവൂ. അല്ലെങ്കിൽ ഈ ഉല്ലാസയാത്രകൾ ദുരന്തയാത്രകളായി പരിണമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മിടുക്കിയായ ശ്രീനന്ദയുടെ മരണം അവരുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ നമ്മൾ ഏവരെയും വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ്. ആ പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം തന്നെ ഓരോരുത്തരും മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യം, ആക്സിഡൻസ് ആർ ആക്സിഡൻ്റൽ. എപ്പോഴും ഒരു കരുതൽ വേണം. കുട്ടികളോടൊപ്പോൾ പോകുമ്പോൾ ഉല്ലാസയാത്രയാവാം, നമ്മൾ ഉല്ലസിക്കുമ്പോഴും ഒരു കരുതൽ. നമ്മുടെ കുഞ്ഞുങ്ങളൊപ്പമുണ്ടോ? അവർ നമ്മളുടെ വെളിപ്പാടകലെയുണ്ടോ? അവർ ഒരു സേഫ് സോണിലാണ് എന്ന ഒരു ബോധവും നമുക്ക് ഏവർക്കും ഉണ്ടാവണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i News, an eye for truth.